എന്തുകൊണ്ടാണ് 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ഈ പണി ഏൽപ്പിച്ചത്? കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് സ്പോൺസറർ. അപ്പോൾ സ്പോൺസറാണെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലാണത്രേ വാറണ്ടി. അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞതാണ്. ഈ വാറണ്ടി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു രേഖ പുറത്തു വന്നിട്ടുണ്ടോ? ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണോ വാറണ്ടർ? അന്ന് പലരും സംശയം ചോദിച്ചിരുന്നു, ഞാനും സംശയം ചോദിച്ചിരുന്നതാണ്. അങ്ങനെ വാറണ്ടറാണ്, അത് കല്ലേ പിളർക്കുന്ന ഒരു വാറണ്ടി രേഖയാണെങ്കിൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനകത്ത് മുഴുവൻ മാറ്റിയല്ലോ. അത് കോടതി ഉത്തരവിൽ കോടതി അത് എടുത്തു പറയുന്നു വേറെ ഒരു രീതിയിൽ. അത് ഞാൻ വായിക്കാം. Thereafter, instead of initiating a transparent tender or expert consultation, ഏതിനു ശേഷം സ്വർണം മുഴുവൻ പോയി എന്ന് 2024 മനസ്സിലാക്കിയ ശേഷം, without perusing the earlier records showing the retention of gold and the warranty, the officials once again approached Mr. Unnikrishnan Potti. Without perusing the earlier records showing the retention of gold and warranty, ഈ വാറണ്ടി രേഖ നോക്കാതെ, വിശദമായി പരിശോധിക്കാതെ, പേജ് നമ്പർ 5 പരിശോധിക്കാതെ നിങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചു. ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് ഞങ്ങൾ വാറണ്ടി രേഖ നോക്കി, ആ രേഖ നോക്കിയപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചേ പറ്റൂ എന്നുള്ളതാണ്. കോടതിയുടെ വാചകമാണ്, എനിക്കറിയില്ല. കോടതി വേറെ എന്തെങ്കിലും ഉദ്ദേശമോ എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഇത് ഒരു പ്രധാനപ്പെട്ട സംശയമായി നിൽക്കുന്നു.